നമസ്കാരം. ഉത്തർപ്രദേശിലേക്കാണ് ഏവരുടെയും ശ്രദ്ധ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് ഏറ്റവും ഗുണം ചെയ്തത് ഉത്തർപ്രദേശാണ്. ആ ഉത്തർപ്രദേശിലെ ജനവിധി ആയിരിക്കും അധികാരത്തിലേറുന്നവരെ നിശ്ചയിക്കുക. അതായത് ഒരു 65% 70% ഉത്തർപ്രദേശ് തന്നെയാണ് തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം. ആ ശ്രദ്ധാകേന്ദ്രത്തിൽ ഒരു മത്സരം നടത്തി അവിടെ സീറ്റ് കൊയ്യുക എന്നുള്ളത് കോൺഗ്രസിന്റെ ആഗ്രഹമാണ്. കോൺഗ്രസ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ SP-യും BSP-യും കോൺഗ്രസിനെ തട്ടിക്കളിക്കുകയാണ്. അതായത് കോൺഗ്രസ് SP-യും BSP-യുമായിട്ട് ഒരു സഖ്യമുണ്ടാക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ വേണമെങ്കിൽ 2 സീറ്റ് തരാമെന്ന് പറഞ്ഞ് കോൺഗ്രസിനെ ഒരു പുച്ഛിച്ചു തള്ളുന്ന ഒരു രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു മായാവതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഉടൻ തന്നെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു, ഉത്തർപ്രദേശിൽ BSP-യും SP-യും എന്തായാലും നാടകം കളിക്കുകയാണ്. അത് വ്യക്തമായി കോൺഗ്രസിനെ മുന്നിൽ നിർത്തില്ല അല്ലെങ്കിൽ കൂടെ കൂട്ടില്ല എന്നുള്ളത് വ്യക്തമായതുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു പ്രഖ്യാപനം നടത്തി. അതായത് ഉത്തർപ്രദേശിൽ ഒറ്റയ്ക്ക് തന്നെ തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന്. അങ്ങനെ കോൺഗ്രസ് ഉത്തർപ്രദേശിൽ ഒറ്റയ്ക്ക് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അത്ര എളുപ്പകരമായ ഒരു കാര്യമൊന്നുമല്ല എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തത്. കാരണം BSP-യുടെയും SP-യുടെയും BJPക്ക് ഇപ്പോൾ ഭൂരിപക്ഷമുണ്ടെങ്കിൽ BSP-യുടെയും SP-യുടെയും ഒരു കോട്ട തന്നെയാണ് ഉത്തർപ്രദേശ്. അവർ ഒന്നിച്ചു കഴിഞ്ഞാൽ ഒരു മുൻതൂക്കം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ ഒരു അടിത്തറയിൽ വെച്ച് ഒരു കളി നടത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അതായത് SP-യുടെ സമാജ്വാദ് പാർട്ടിയുടെ വിമത നേതാവായ ശിവപാൽ യാദവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസ് ഒരു കളി കളിക്കാൻ ഒരുങ്ങുകയാണ്. അതായത് ശിവപാൽ യാദവ് എന്ന് പറയുന്നത് സമാജ്വാദ് പാർട്ടിയിലെ അഖിലേഷ് യാദവിന്റെ വെലങ്കയാണ്, അഖിലേഷ് യാദവിന്റെ അമ്മാവനാണ്. പക്ഷേ വേണ്ട രീതിയിലുള്ള പരിഗണന ശിവപാൽ യാദവിന് അഖിലേഷ് യാദവ് നൽകിയില്ല എന്നാരോപിച്ചുകൊണ്ടായിരുന്നു പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ചായാനുള്ള ഒരുക്കത്തിലേക്ക് ഒരുങ്ങുന്നത്. അതായത് വിമതനാണ്, ശക്തമായ ബലമുള്ള ഒരു നേതാവാണ്, വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ് ശിവപാൽ യാദവ്. സമാജ്വാദ് പാർട്ടിയിലെ ഒരു ഭൂരിപക്ഷം ആളുകളുടെ വോട്ട് ശിവപാൽ ഏത് സഖ്യത്തിനാണ് പ്രഖ്യാപിക്കുന്നത് ആ സഖ്യത്തിലോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ശിവപാൽ യാദവിനെ ചാക്കിട്ട് പിടിച്ച് രാഹുൽ ഗാന്ധി BSP-ക്കും SP-ക്കും കനത്ത രീതിയിലുള്ള ഒരു മറുപടി നൽകിയത്. തീർച്ചയായും ഇങ്ങനെയുള്ള ഒരു പോരാട്ടം BJPക്ക് ഉപകാരപ്രദമായി മാറുമോ എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുമ്പോഴും BSP-യും SP-യും കളിച്ച നാടകത്തിനുള്ള കനത്ത മറുപടി രാഹുൽ ഗാന്ധി നൽകി. അതായത് കോൺഗ്രസിന് 2 സീറ്റുകൾ മാത്രം നൽകാമെന്ന് വിചാരിച്ച അവർക്ക് ഒരു 8ന്റെ പണി നൽകി എന്ന് വേണം പറയാൻ. ശിവപാൽ യാദവിന്റെ ഒരു പൊതുയോഗത്തിൽ അഖിലേഷ് യാദവിന്റെ പിതാവ് മുലായം സിംഗ് യാദവ് പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദം, ഒരു വലിയ വാർത്തയുണ്ടായിരുന്നു. കാരണം അത്രത്തോളം സ്വാധീനം ഉത്തർപ്രദേശിലുള്ള ഒരു നേതാവാണ് ശിവപാൽ യാദവ്. ആ ശിവപാൽ യാദവ് കോൺഗ്രസുമായി കൈകോർക്കുമ്പോൾ അവിടെ ഞെട്ടിപ്പിക്കുന്ന ചില സംഭവങ്ങൾ നടക്കുമെന്നതിൽ സംശയമില്ല. മായാവതിയുടെയും അഖിലേഷ് യാദവിന്റെയും ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അതായത് മായാവതിയുടെ പിറന്നാൾ ദിവസം ഈ SP-യുടെയും BSP-യുടെയും സഖ്യത്തിനെ കുറിച്ച് ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകാൻ വേണ്ടിയിട്ട് മുന്നിലോട്ട് വരുന്ന ഒരു പ്രഖ്യാപനമായിരിക്കാം അത്. ആ പ്രഖ്യാപനത്തിന് മുമ്പ് ഇവർക്ക് 2 പേർക്കും നൽകിയ ഒരു നല്ല പണിയാണ് ഇത് എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം കോൺഗ്രസിന്റെ തന്ത്രമാണ്. കോൺഗ്രസ് ചാക്കിട്ട് പിടിച്ചു. കോൺഗ്രസിനോടൊപ്പം നിൽക്കാമെന്ന് ശിവപാൽ യാദവ് പറഞ്ഞ സ്ഥിതിക്ക് ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് തക്കതായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.